ഇപ്പോൾ വലിയ മഴയൊക്കെ പോയി, നല്ല വെയിലൊക്കെ തെളിഞ്ഞ് നല്ല കാലാവസ്ഥയായി. വലിയ മഴയത്ത് എൻ്റെ പച്ചക്കറിയൊക്കെ പോയി. ഞാനിനി എൻ്റെ ഗ്രോ ബാഗൊക്കെ എടുത്തുനിന്ന് റീഫില്ല് ചെയ്യുകയും പുതിയത് കുറച്ച് നിറയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കൃഷിയിൽ ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളും ഒക്കെ ഇന്ന് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന കൂടെ കാണിക്കുകയും പറയുകയും ചെയ്യാം. നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയത് സീഡ് വാങ്ങിക്കുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെയൊക്കെ നല്ല കൃത്യമായിട്ട് ഗ്രോ ബാഗ് നിറച്ചാലും നല്ല സീഡ് അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. എനിക്ക് ശരിക്കും അനുഭവമാണ്. കിളുക്കുക പോലും ഇല്ല ചിലപ്പോൾ ഈ കടയിൽ നിന്നും വാങ്ങിക്കുന്ന സീഡ്. ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിന് മുമ്പ് ഒരു 6-7 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു സ്പേസിലേക്ക് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്മായമൊക്കെ എടുത്ത് ഒരു 6-7 ദിവസത്തേക്കിന് അവിടെ ഇട്ടേക്കും. ഞാൻ ഈ 10 ചട്ടി മണ്ണിന് ഈ ചിരട്ടയ്ക്കകത്ത് കാണുന്ന 3 ചിരട്ട കുമ്മായമായിട്ടത്. ഞാൻ ഇവിടെ വെച്ചാണ് പോട്ടി മിക്സ്ചർ മൊത്തമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി ഓരോ ചട്ടി മാറ്റിയും മിക്സ് ചെയ്ത് കാണിക്കും. ഇതിന് ഞാൻ എടുക്കാൻ പോകുന്നത് കോക്കോപീറ്റ് വേണം, ഗ്രോ ബാഗ് വേണം, പിന്നെ കുറച്ച് ജൈവവളം വാങ്ങിച്ചതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കോഴി ഉള്ളത് കൊണ്ട് നമുക്ക് കോഴിവളം ഉണ്ട്, അതാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന അതിനകത്തെ ആ ചകിരിയില്ലേ തേങ്ങയുടെ പുറത്തിരിക്കുന്നത്, അതെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അതും ഞാൻ ഉപയോഗിക്കും. പിന്നെ കുറച്ച് കരികില, മുറ്റം തൂക്കുമ്പോൾ കിട്ടുന്ന കരികിലെല്ലാം അങ്ങനെ കുറച്ച് കൂട്ടി വെച്ചേക്കും. ഇനി വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഒരു ചട്ടി മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, അതിൻ്റെ കൂടെ ബാക്കിയൊക്കെ കൂടെ മിക്സ് ചെയ്യുവാണ്. ഇനി ഞാൻ കുമ്മായം ഇട്ട് വെച്ചിരുന്ന മണ്ണിൽ നിന്ന് ഒരു ചട്ടി മണ്ണിങ് എടുക്കുകയാണ്. എന്നിട്ട് തീർത്ത് പൊടി മണ്ണെടുക്കരുത്. മണ്ണ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കല്ലൊക്കെ ഉള്ളതൊക്കെ വേണം, പൊടിക്കല്ലൊക്കെ ഉള്ളത് വേണം ഉപയോഗിക്കാനും. അല്ലെങ്കിൽ അത് കുഴഞ്ഞ് ഒരു കട്ടയായി പോകും വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും. ഇനി ഒരു ചട്ടി മണ്ണിനകത്തേക്ക് ഒരു ചട്ടി കോഴിവളം ഇടുകയാണ്. അല്ലെങ്കിൽ ചാണകമോ കമ്പോസ്റ്റോ ഇതേ അളവിൽ ഇടുകയാണ് പതിവ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ പ്ലാന്റ് അനുസരിച്ച് തന്നെ അതിന്റെ റേഷ്യോ മാറാറുണ്ടല്ലോ. പക്ഷെ നമുക്ക് എളുപ്പത്തിന് ഞാനിവിടെ 1:1:1 ആണ് എടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിനും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി കമ്പോസ്റ്റ് ഇട്ടത്. ഇനി ഒരു ചട്ടി കോക്കോപീറ്റ് ഇടുകയാണ്. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് കോക്കോപീറ്റ് അല്ല, ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഷുഗർ കെയിൻ ബ്ലോക്ക് ആണ്, അത് കുതിർത്തിട്ടതാണ് ഒരു ചട്ടി. പക്ഷെ ഇത് പുതിയതായിട്ട് ഞാൻ കാണുന്നതാണെങ്കിൽ ഇത് കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട് കോക്കോപീറ്റിനേക്കാൾ. ഇത് കുറച്ചുകൂടെ ലൂസാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ കിട്ടും, വേരിനൊക്കെ കുറച്ചുകൂടെ ലൂസായിട്ട് കിടക്കുമെന്ന് തോന്നുന്നു. കോക്കോപീറ്റ് ചിലപ്പോൾ ഇങ്ങനെ നനഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു പ്രാവശ്യമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് കട്ടയായി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ലൂസാണ്. പച്ചക്കറി കൃഷികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ബ്ലോക്കുകൾ ലോ ഈസിയാണ്, അതായത് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ വേരിനൊക്കെ നനവ് കിട്ടാതെ വരും, അതായത് ജലാംശം മുഴുവൻ വലിച്ചെടുക്കും. നമ്മൾ പശുക്കൾക്കോ കോഴിക്കോ ഒക്കെ ബെഡിങ് ആയിട്ടൊക്കെ കൊടുക്കുന്നതാണ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. എൻ്റെ വീഡിയോഗ്രാഫർ ബൈ പ്രൊഫഷൻ കോൺക്രീറ്റ് മിക്സിംഗ് ഒക്കെ ആയതുകൊണ്ട് എൻ്റെ മിക്സിംഗ് അത്ര പിടിക്കുന്നില്ല, അതുകൊണ്ട് ചെയ്യട്ടെ എന്ന് വെച്ച് ഞാൻ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുമ്മായം ഈ പീറ്റിനകത്തൊന്നും ചേർക്കരുത്. മണ്ണിൽ മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. മണ്ണിന് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കമ്പോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കുമ്മായം കൊണ്ട് ഇടാൻ പോയാൽ നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ നല്ല ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. അതുകൊണ്ട് മണ്ണിൽ മാത്രമേ ചേർക്കാവുള്ളൂ. കണ്ടോ എൻ്റെ പഴയ ഗ്രോ ബാഗിന്റെ അവസ്ഥ കണ്ടോ, ഒരു കട്ടയായി മണ്ണല്ല. അത് ഞാൻ പൊടി മണ്ണ് നിറച്ച മിക്സ് ചെയ്തതാ കോക്കോപീറ്റും ഒക്കെ ഇട്ട്. ഒട്ടും മണലും കല്ലും ഒന്നും ഇല്ലായിരുന്നു ഇതിനകത്ത്. ഉറുമ്പ് കൂന കൂട്ടിയ മണ്ണും നല്ല പൊടി മണ്ണൊക്കെ കടയായിരുന്നു മിക്സ് ചെയ്തത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മണ്ണെടുത്തപ്പോൾ കുറച്ച് പൊടി കല്ലൊക്കെയുള്ള മണ്ണാണ് എടുത്തത്, തീർത്ത് പൊടിയായിട്ടുള്ളത് എടുത്തില്ല. ഇനി ഞാൻ ഈ ഓരോ ചട്ടി മിക്സിന്റെ കൂടെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കൂടെ ചേർക്കുവാണ്. ഇതൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ ആണല്ലോ, അതായത് നാച്ചുറലി NPK ഉള്ള ഒരു നല്ല വളമാണ് ഇത്. മാത്രമല്ല നീമാവരെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ്. ഇനി നമുക്ക് ഗ്രോ ബാഗ് എടുത്ത് കുറച്ച് മടക്കി വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ആദ്യം നമുക്ക് എടുത്തു വെച്ച ചകിരി ഇടാം. ഗ്രോ ബാഗിന്റെ ഹോൾസ് ഒക്കെ അല്ലെങ്കിൽ അടഞ്ഞു പോകും, മണ്ണ് വന്ന് അത് അടഞ്ഞു പോകാതിരിക്കാൻ അടിയിൽ ഈ ചകിരി
ഇടാം. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോഴല്ല കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഈ കോക്കോപീറ്റും മണ്ണും എല്ലാം കൂടെ കട്ടയായിട്ട് വെള്ളം വാർന്നു പോകാനും ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി ഞാനിവിടെ വെച്ചിരുന്ന കരികല ഉണക്ക ഇലയെല്ലാം കൂടെ 2 പിടി ഇടുവാണ്, 2 കൈ. കരികല നല്ല വളവുമാണ്, പിന്നെ എയർ സർക്കുലേഷനും കിട്ടുമല്ലോ, അതിനും നല്ലതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നിറയ്ക്കാം. അത് പകുതി ബാഗിയേ നിറയ്ക്കുള്ളൂ, നിറച്ചും ഇടുകയില്ല. ഈ മിക്സ് നിറച്ചു വിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും വളമൊക്കെ ചേർക്കേണ്ടതില്ലേ, അന്നേരത്തിന് അങ്ങ് നിറഞ്ഞു വരും ഗ്രോ ബാഗ്. പകുതി മിക്സ് ഇട്ട് കഴിഞ്ഞ ശേഷം വിത്ത് പാകുകയോ തൈ നടുകയോ ചെയ്യും. ഇനി ഇത് ഫില്ല് ചെയ്ത ശേഷം ഒരുവിധം നന്നായി നനയ്ക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, താനും എല്ലാം ഒന്ന് നനഞ്ഞിരിക്കണം, ആ മിക്സ് മുഴുവൻ ഒന്ന് നനഞ്ഞിരിക്കണം. ഇനി ഗ്രോ ബാഗ് എടുത്ത് 2 കട്ടയുടെ മുകളിൽ പൊക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വേരിറങ്ങി ഗ്രോ ബാഗ് നശിച്ചു പോകരുത്, വെള്ളവും വാർന്നു പോകണം. ഇനി നമുക്ക് വിത്ത് വെള്ളത്തിലിട്ട് ഒരു 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നതാണ്, അതിലേക്ക് നടാം. കുതിർത്തിട്ട് നടുവാണെങ്കിൽ പെട്ടെന്ന് കിളുക്കും. ഇതിനകത്ത് ഞാൻ വെണ്ടയും മല്ലിയും പയറുമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് മല്ലിയുടെ വിത്തുമുണ്ട്, അതും കൂടെ പാകുക. ഇനി നമുക്ക് ഈ ഗ്രോ ബാഗിൽ ഒരു 3 പയർ വിത്ത് ഇടാം. ഞാൻ കുറച്ച് ചീരവിത്തും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിനകത്തോട്ട് പാകാം. കുറച്ച് ഇട്ടാൽ മതി ഗ്രോ ബാഗിൽ. എന്നിട്ട് നമുക്ക് ഹെൽത്തി അല്ലാത്ത തൈകളൊക്കെ പറിച്ച് കളയാം, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള തൈയൊക്കെ നിർത്തിയിട്ട്. ഇതെന്റെ പഴയ കൃഷിയാണ്, അതിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ചില ഫോട്ടോകളേ ഉള്ളൂ. ഇതിനേക്കാളും ഉണ്ടായിരുന്നു നന്നായിട്ട്. ഇത് നല്ല വിത്താണ് കിട്ടിയത്, ഇത് ചാക്കിനകത്ത് വെച്ചതാണ്. പക്ഷെ ഇത് ഫില്ല് ചെയ്തതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടിയ വിത്തുകളെല്ലാം നല്ലതായിരുന്നു, നന്നായിട്ടുണ്ടായി. ഗ്രോ ബാഗിൽ വിത്തിട്ട് കിളിപ്പിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ കയ്യിൽ പേപ്പർ കപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് കോക്കോപീറ്റോ ഇതുപോലുള്ള ഷുഗർ കെയിൻ ബ്ലോക്കോ ഒക്കെ കുതിർത്തിട്ട് അത് മാത്രം ഫില്ല് ചെയ്താൽ മതി. അതായത് വിത്തിനകത്ത് അതിൻ്റെതായ ന്യൂട്രിയൻസ് നാച്ചുറലി അതിനുണ്ട് കിളുക്കാൻ. പിന്നെ അതൊരു പ്ലാന്റ് ആയി കഴിയുമ്പോൾ മാത്രമേ അതിന് വളത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കിളുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുകയും ചെയ്യാം ഈ വിത്ത്. പിന്നെ നമുക്കിത് വേര് പിടിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോയി ഗ്രോ ബാഗിലേക്ക് നേരിട്ട് നട്ടാൽ മതിയല്ലോ, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇതിപ്പോ എന്റെ കയ്യിലുള്ളത് ഷുഗർ കെയിനിന്റെ ബ്ലോക്കാണ്. നമുക്ക് നോക്കാം, ഇതിനകത്ത് ഒന്ന് നട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിനകത്ത് നട്ട് കിളിപ്പിച്ച് നമുക്ക് അതിലേക്ക് മാറ്റി പറിച്ചു വെക്കാം. വിത്ത് കിളിർക്കാൻ ഏറ്റവും ആവശ്യം വെള്ളവും വായുവുമാണ്. അതുകൊണ്ട് കൊക്കോപീറ്റിൽ ആവശ്യത്തിന് നനവുണ്ടോ എന്ന് നോക്കണം. നനവ് കൂടിയും പോകരുത്, പാകമായിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് പയറും ഒരെണ്ണത്തിനകത്ത് വെണ്ടയും നടാം. എന്നിട്ട് തണലത്ത് കൊണ്ടുപോയിക്കാം കിളുക്കാനായിട്ട്. പയറായിരിക്കും ആദ്യം കിളുക്കുന്നത്. ഇത് 3 ദിവസം കൊണ്ട് കിളിർത്തു വന്നു, പയറും വെണ്ടയും. വെണ്ട ഇങ്ങി പൊങ്ങി വന്നിട്ടില്ല. ഗ്രോ ബാഗിൽ ഇടുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും, കിളിർക്കുകയല്ല, ഉറുമ്പ് തിന്നോ ഒക്കെ ചിലപ്പോൾ പോയെന്നിരിക്കും. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ കിളിർപ്പിച്ച് പറിച്ച് നട്ട് ചുവടൊക്കെ പിടിച്ച തൈകളാണ്. ഇതിന് ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഓർഗാനിക് വളം, ജൈവവളം ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്ക് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന റോളർ ബ്രഷിന്റെ ഹാൻഡിലാണ്. ഇത് നമുക്ക് വളമിടുമ്പോൾ മണ്ണിളക്കാനൊക്കെ നല്ല ഉപയോഗമാണ്. നേരത്തെ നമ്മൾ പകുതിയായിട്ട് നിറച്ചത് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ കാരണം ഇതുപോലെ ഇടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊരു പൊതയായിട്ടിരിക്കുകയും ചെയ്യും. വെയിലുണ്ടെങ്കിൽ വെയിൽ അധികം ചൂടടിക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഈ ഓരോ സ്പൂണ് ജൈവവളമോ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇവിടെ സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് ഇതേ ഗ്രോ ബാഗ് ഞാൻ കോഴിക്കൂടിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അത് താറാവിന്റെ നെറ്റിന്റെ മുകളിൽ, താറാവിന്റെ മുകളിൽ താറാവ് നടക്കുന്നതിന് മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, ആ കാക്കയൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ മുകളിലേക്ക് എന്നിട്ട് ആ ഗ്രോ ബാഗിൽ നിന്ന് പയർ പടർത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തണലും കിട്ടും, പയർ അതെല്ലാം കയറി കിടന്നോളുകയും ചെയ്യും.
ഇനി ഈ ഗ്രോ ബാഗിൽ തൈയൊക്കെ കിളിർത്ത് വരുമ്പോഴത്തേക്കിനും വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ വളരെ ജെന്റിലായിട്ട് പതുക്കെയൊക്കെ വേണം. പിന്നെ ഇവിടെയുള്ളവർ ചിലരെയൊക്കെ വെള്ളം ഒഴിക്കാൻ ഏൽപ്പിച്ചാൽ ചെടി 4 കാലും പറിച്ച് തലയും കുത്തി കിടക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇന്റീരിയർ പ്ലാന്റ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ കൊക്കോപീറ്റ് ഒരു ഉപയോഗമുണ്ട്. കൊതുകൊന്നും പിടിക്കാതെ വെള്ളം ഒഴിച്ച് വെക്കുന്ന ചെടികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് കൊക്കോപീറ്റ് മാത്രം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയാണെങ്കിൽ കൊതുക് അതിനകത്ത് മുട്ടയിടുകയില്ല. വേറെ വളമൊന്നും ചേർക്കുകയും വേണ്ട, വൃത്തികേടാകത്തും ഇല്ല. അന്നേരം കമ്പോസ്റ്റും ഒന്നും ചേർക്കണ്ട, അത് നന്നായിട്ട് വളർന്നോളും. കൊക്കോപീറ്റിനുള്ളിൽ തന്നെ കുറച്ച് വളമൊക്കെ ഉണ്ടല്ലോ. ഇതുകൊണ്ടോ, ഇത് ഞാൻ ഒരു ബോട്ടിൽ മുറിച്ചിട്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിച്ചിട്ട് അതിനകത്ത് കൊക്കോപീറ്റ് മാത്രം നിറച്ച് കുറെ വെള്ളം ഒഴിച്ചങ്ങ് ഇട്ടേക്കും. അപ്പം വെള്ളം ഒത്തിരി കിടക്കില്ലാത്തതുകൊണ്ട് കൊതുക് മുട്ട ഇടത്തുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി, ചെടി വളരുകയും ചെയ്തോളും. എന്നിട്ട് ഒരു കൊളുത്തും വെച്ച് തൂക്കി ഇടുകയും ചെയ്യാം നമുക്ക്. ഇനി ഞാൻ കാണിക്കുന്ന കൊക്കോപീറ്റ് അല്ലേ, ഇത് പഴയ ഒരു മാട്രസാണ്. പഴയ മാട്രസ് നമ്മളിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിനകത്ത് കൊയറിന്റെ ഭാഗമില്ലേ, ആ ഭാഗം കട്ട് ചെയ്ത് വെളിയിലൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ അതിന് കുറച്ച് റബ്ബറൈസ്ഡ് ആയിരിക്കും. ആ റബ്ബറൊക്കെ കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കിനും മുറിച്ചെടുത്താൽ നമുക്ക് മണി പ്ലാന്റ് ഇതുപോലുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ, വെള്ളം മാത്രം വേണ്ടിയ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് വയ്ക്കാം. ഇത് ഞാനൊരു പഴയ ഫ്രിഡ്ജിന്റെ ട്രേ എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ പീസ് എടുത്ത് അതിനകത്ത് വെച്ചിരിക്കുക, വേറെ അതിലിറങ്ങിക്കോളൂ.